ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടുമ്പോൾ ഞാനെപ്പോഴും സാക്ഷ്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരാണ് ഉടമ്പടി പ്രകാരം വാഗ്ദാന പേടകമായി മാറുന്നത്? ഉടമ്പടിയുടെ ഒരു പ്രത്യേകത എന്താ? നമ്മൾ തന്നെ വാഗ്ദാന പേടകമായി മാറും. നമ്മൾക്ക് ആ വാഗ്ദാന പേടകത്തിൻ്റെ ശക്തി ലഭിക്കും. ഇപ്പോൾ പുറപ്പാട് 40-25 വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:35 വായിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? വാഗ്ദാന പേടകമായി മാറിയാൽ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ ശക്തി ആവസിക്കും. വാഗ്ദാന പേടകത്തിൻ്റെ പഴയ വാഗ്ദാന പേടകത്തിൻ്റെ മേലും പുതിയ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ പേരിലും ഇക്കാലത്തെ വാഗ്ദാന പേടകമായ ഉടമ്പടി പാലിക്കുന്നവരുടെ മേലും എന്താണ് ആവസിക്കുന്നത്? ദൈവത്തിൻ്റെ ശക്തിയാണ് ആവസിക്കുന്നത്. ഇപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, അവരുടെ അനുജത്തിയുടെ മകൻ ബോൺമാരോ ചെയ്യുന്നതിനായിട്ട് ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശിച്ചു. അപ്പോൾ അനിയത്തി ചേച്ചിയെ വിളിച്ച് എന്നാ പറഞ്ഞത്? എന്നാ അസുഖമാണെന്നറിയത്തില്ല, വലിയ അസുഖമാണെന്ന് തോന്നണ, ബോൺമാരോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെന്നാ തിരിച്ച് പറയണത്? അവർ തിരിച്ച് അസ്നിഗ്ധയോട് പറയും, അങ്ങനെ വലിയൊരു രോഗം ഉണ്ടാകത്തില്ല, ഞാൻ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, 2 ദിവസം കഴിഞ്ഞാണ് എനിക്ക് പോകാൻ പറ്റിയത്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ വർത്തമാനമൊക്കെ കേട്ടോ അവരുടെ. എന്താണ്? ഉടമ്പടി തൈലം കൊണ്ട് വരുന്നുണ്ടെന്ന്. അവിടെ ചെന്നിട്ട് ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരക്കും. എന്താണ് കുരിശ് വരക്കണത്? ഉടമ്പടി പ്രഖ്യാപനത്തിൻ്റെ പ്രാർത്ഥനയാണ്, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയല്ല. നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താണ് ചെയ്യണത്? സന്ധ്യയ്ക്ക് ഉടമ്പടി തൈലം മുക്കിയിട്ട് നെറ്റിക്ക് കുരിശ് വരക്കും. അത് നിങ്ങളിവിടെ വിളക്കിൽ ഉടമ്പടി വിളക്കിൻ്റെ സമയത്ത് ഉടമ്പടി പ്രഖ്യാപിച്ചില്ലേ, അതിൻ്റെ അനുസ്മരണയാണത്. ഉടമ്പടി പ്രഖ്യാപിക്കുകയാണ്. കാര്യം ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഉടമ്പടിയിൽ ഇരിക്കുകയാണ്. അത് ഞാൻ റീകളക്ട് ചെയ്യും, അത് ഞാൻ അനുസ്മരിക്കും. ഉടമ്പടിക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ്? ഉടമ്പടി അനുസ്മരിക്കുക. ആദ്യകാലം മുതൽ ദൈവം നൽകിയ നിർദ്ദേശങ്ങളൊന്നാണ് ഉടമ്പടി അനുസ്മരിക്കുക. ഉടമ്പടി അനുസ്മരിക്കുന്നത് എങ്ങനെയാണ്? ഉടമ്പടി പ്രഖ്യാപനത്തിലൂടെയാണ്. പ്രഖ്യാപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രഖ്യാപിക്കുമ്പോഴാണ് നമ്മൾക്ക്, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അനുഗ്രഹമാണ്. നമ്മൾ വ്യക്തമായിട്ട് നമുക്കൊന്നറിയണം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് എന്താ ലഭിക്കുന്നത്? അനുഗ്രഹം. പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾക്ക് എന്താ ലഭിക്കുന്നത്? അവകാശം. വ്യത്യാസമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? അനുഗ്രഹം. അനുഗ്രഹം ലഭിച്ചാലുള്ള കുഴപ്പം എന്താണെന്നറിയാവോ? അനുഗ്രഹത്തിൻ്റെ മേൽ നമുക്ക് ക്ലെയിമില്ല. അനുഗ്രഹത്തിൻ്റെ മേൽ വ്യക്തിക്ക് ക്ലെയിം, അവകാശവാദം ഇല്ല. അതാണ് വ്യത്യാസം. കാര്യം അത് നമ്മുടെ ക്ലെയിം അനുസരിച്ചല്ല അനുഗ്രഹം നൽകപ്പെടുന്നത്. നമ്മുടെ അവകാശം അനുസരിച്ചല്ല അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നത്. എന്താ കാര്യം? അത് ദുഷ്ടനെയും കിട്ടും, ശിഷ്ടനെയും കിട്ടും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അത് നിരീശ്വരവാദിക്കും കിട്ടും, ഈശ്വര വിശ്വാസം കിട്ടും. അതിനകത്ത് ക്ലെയിം ഇല്ല, ആർക്കും കിട്ടണതാ അനുഗ്രഹം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ ദുഷ്ടൻ്റെ മേലും മഴ പെയ്യിക്കും, ശിഷ്ടൻ്റെ മേലും മഴ പെയ്യിക്കും. നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ ഞാൻ അനുഗ്രഹത്തിൻ്റെ വെയിൽ ഉദിപ്പിക്കും, സൂര്യനെ ഉദിപ്പിക്കും. അനുഗ്രഹത്തിന് ശിഷ്ടനായാലും കുഴപ്പമില്ല, ദുഷ്ടനാണെങ്കിൽ. അതായത് മത്തായിയുടെ സുവിശേഷം
5:45. അനുഗ്രഹത്തിന് നമ്മുടെ യോഗ്യത അനുസരിച്ചല്ല അനുഗ്രഹം കിട്ടണത്. ദൈവം നമ്മൾ സൃഷ്ടിച്ചത് കൊണ്ട് ആ സൃഷ്ടപരമായ ജനിതകമായ അവകാശം പോലെയാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. പക്ഷേ നമ്മൾക്കുള്ള പ്രശ്നം അനുഗ്രഹത്തിന് ഗ്യാരണ്ടി ഇല്ല. അതെപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. പക്ഷേ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കണത് എന്താ? ഗ്യാരണ്ടി ഉണ്ട്. എന്താ കാര്യം? അത് അവകാശമാണ്, ഇല്ലേ? എബ്രഹാത്തിന് ദൈവം ഉടമ്പടി ചെയ്തപ്പോൾ എന്താ ലഭിച്ചത്? അവകാശമാണ് ലഭിച്ചത്. അവകാശം ആർക്ക് കൊടുക്കുന്നതാണ്? സ്വന്തപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ്. അതാണ് വ്യത്യാസം വരണത്. അതുകൊണ്ട് എപ്പോഴും ദൈവത്തോട് മോശസ് പറയും, അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ എന്ന് പറയുന്നതിന് പകരം മോശസ് പ്രാർത്ഥിക്കുമ്പോൾ ക്ലെയിം പറയും. എന്താണ്? അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? പുറപ്പാടിൻ്റെ പുസ്തകം 13:13 ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. എന്താ കാര്യം? ഉടമ്പടിയിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാകണത്. സ്വന്തം ജനത്തിനാണ് അവകാശമുണ്ടാകണത്. അടിച്ചു കിടത്താണ്. പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, പുറപ്പാട് 33:13 ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് അനുസ്മരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈ സ്വന്തം ജനമായി കഴിഞ്ഞാൽ വാഗ്ദാനങ്ങളിൽ വ്യത്യാസമുണ്ടാവും. എന്താണ്? സ്വന്തം ജനമായത് കൊണ്ടാണ് ദൈവം പറയണത്, ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞേ, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇപ്പോൾ ഉടമ്പടി വഴി എന്നാ സംഭവിക്കണത്? നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അതെപ്പോഴും പൗലോസ്ലീഹായും പറയും, യേശുക്രിസ്തുവിൻ്റെ സ്വന്തം. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറുന്നത് എങ്ങനെയാണ്? വിശുദ്ധ രക്തത്താൽ അവൻ നമ്മളെ വീണ്ടെടുത്ത് കഴിയുമ്പോൾ, അവൻ്റെ വിശുദ്ധ രക്തത്താൽ എനിക്ക് പകരക്കാരനായി അവൻ മരിച്ചപ്പോൾ അവൻ എനിക്ക് വില കൊടുത്തവനാണ്, അവൻ എന്നെ വിലക്ക് വാങ്ങിയവനാണ് നിത്യതയ്ക്ക് വേണ്ടി. അപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനം. അതാണ് റോമ 1:6. യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായാൽ അവകാശിയാകും. അവകാശിയായാൽ നമുക്ക് ക്ലെയിം ഉണ്ടാകും. എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ വാഗ്ദാനത്തിൻ്റെ അവകാശിയാക്കുന്നത്? നിബന്ധനകളാണ്. അത് നമ്മൾ അറിയണം. നമ്മളെ നിലനിൽക്കണതില്ലേ, നമ്മളെ അവകാശത്തിൽ നിലനിൽക്കുന്നത് എന്താ? നമ്മളെ ഉടമ്പടിയുടെ അവകാശിയാക്കണത്. ഉടമ്പടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാക്കണത്. ഇപ്പോൾ കുർബാന പോലും എന്താണ്? ഉടമ്പടിയാണ്. ഈ ഉടമ്പടി ഈശോ പറഞ്ഞതെന്ന് ഞാനൊരു പുതിയ ഉടമ്പടി എന്നാണ് ഈശോ പറഞ്ഞത്. പക്ഷെ പുതിയ ഉടമ്പടി എന്ന് ഈശോ പറയുമ്പോഴും പഴയ ഉടമ്പടി റദ്ദാകണില്ല. 3:15 ഗലാത്യ വചനമനുസരിച്ചുകൊണ്ട് ഇത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഉടമ്പടി ആയതുകൊണ്ടാണ്. ഇതിൻ്റെ സ്ഥലം എന്താ? എല്ലാ ഉടമ്പടിക്കും എപ്പോഴും സ്ഥലവും ഉണ്ടാകും, സന്താനവും ഉണ്ടാകും. എബ്രഹാത്തിൻ്റെ ഉടമ്പടിക്ക് എന്താണ് വാഗ്ദാനം?
സ്ഥലം, ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് അവകാശമായി തരും. അപ്പോൾ അബ്രഹാം ദൈവത്തോട് കണ്ണീരിട്ടു, അങ്ങനെക്ക് അവകാശമായി തരുന്ന ഭൂമിയിൽ അങ്ങനെക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ കൈമാറാൻ എനിക്ക് സ്വന്തമായി സന്താനം ഇല്ല എന്ന് പറയും. അപ്പോൾ എബ്രഹാത്തോട് പറയും, ഞാൻ നിനക്ക് മണ്ണ് പോലെ സന്താനം തരും. അപ്പോൾ സ്ഥലവും സന്താനവും എന്തിൻ്റെതാണ്? ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അവിടെയും സ്ഥലവും സന്താനവുമാണ് ഉടമ്പടിയുടെ വാഗ്ദാനം. തേനും പാലും ഒഴുകുന്ന ദേശം ഞാൻ നിനക്ക് നിൻ്റെ സന്തതികൾക്കും അവകാശമായി നൽകും. പുതിയ നിയമത്തിൽ വരുമ്പോഴും എന്താണ്? സ്ഥലവും സന്താനവും തന്നെയാണ് പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ. ഈശോ എന്നാ പറഞ്ഞത്? ഉടമ്പടി ചെയ്തതിന് ശേഷം 13-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് 14-ാം അധ്യായം തുടങ്ങണേ എങ്ങനെയാണ്? നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞേ. ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ. ദൈവത്തിൽ വിശ്വസിക്കുവേൻ, എന്നിലും വിശ്വസിക്കുവേൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥലം സജ്ജമാക്കാൻ പോവുകയാണെന്ന് നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം സജ്ജമാക്കി കഴിയുമ്പോൾ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. കൈ അടിച്ചു കിടത്താണ്. പുതിയ നിയമത്തിലെ വാഗ്ദാനം എന്താണ്? അവിടെ സ്ഥലം തന്നെയാണ്. ഏത് സ്ഥലമാണ്? നിത്യതയായ സ്ഥലമാണ്. അവിടെയും ഉണ്ട് സന്തതികൾ. കർത്താവ് ഉടമ്പടി ചെയ്യുന്നതിനെക്കുറിച്ച്, കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്തിൽ ഉടമ്പടി ചെയ്യുന്നതിനെക്കുറിച്ച് 700 കൊല്ലം മുമ്പ് ഐശയ്യാ പ്രവചിച്ചിട്ടുണ്ട്. ഈ ഉടമ്പടി വഴി ആണ് ദൈവത്തിൻ്റെ സന്തതികൾ ജനിക്കുന്നതെന്ന്. ദൈവത്തിൻ്റെ വിശുദ്ധ സന്തതികളെ പാപരഹിതമായി കർത്താവ് വീണ്ടെടുത്ത തൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത സന്തതികൾ ഈ ഉടമ്പടി മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ഐശയ്യാ 53 ഏറ്റു പറഞ്ഞ്, അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ഐശയ്യാ 53:10. ഐശയ്യാ 53:10. അവിടുന്ന് ഏറ്റു പറഞ്ഞ്, അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പം പുതിയ നിയമ ഉടമ്പടിയിലൂടെയാണ് വിശ്വാസത്തിൻ്റെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള സന്തതികൾ പരമ്പരയായി വരുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയിലും എന്താണുള്ളത്? സ്ഥലവും സന്താനവുമാണുള്ളത്. ഇവ സന്താനങ്ങളെ അനുഗ്രഹിക്കുമെന്നല്ലേ ആദ്യം മുതലെയുള്ള വാഗ്ദാനം? സന്താനങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങളല്ലേ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണത്, അല്ലേ? എത്ര സന്താനങ്ങളാണ്. അതുപോലെ പല ആൾക്കാരും സാക്ഷ്യം, അപ്പം ഇവർ വന്ന് 2 സാക്ഷ്യങ്ങളൊക്കെ ആകുമ്പോൾ എന്നോടൊന്ന് പറയാം, അച്ഛാ സാക്ഷ്യം പറയാനായോ? ഞാൻ പറഞ്ഞ് എൻ്റെ അടുത്ത കാര്യമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അതുകൂടി, അപ്പം ഞാൻ അതുകൂടി നടക്കും, അത് കഴിഞ്ഞിട്ട് വന്ന് സാക്ഷ്യം പറയാം. അതായത് ഒരു അനുഗ്രഹം പോലും കിട്ടാത്തൊരു വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം ഉടമ്പടിക്ക് ആ 1 വർഷം വരെ സമയമുണ്ട്. 4 കോളങ്ങളില്ലേ നമുക്ക്? 4 കോളങ്ങളില്ലേ? അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അതുവരെ വെയിറ്റ് ചെയ്തിട്ട്, അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവം എപ്പോഴും നമ്മൾ ഉടമ്പടിയുടെ നിബന്ധനകളോട്
പാലായിലെ ഒരു സഹോദരൻ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, ആ സാക്ഷ്യം എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട്, എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാ, പക്ഷേ അദ്ദേഹം ഒരു യൂത്താണ്. അദ്ദേഹം പറയുന്ന സാക്ഷ്യം എന്ന് പറയണത്, അത് ഉടമ്പടി വെക്കുന്ന കാര്യങ്ങൾ ലഭിച്ചില്ലെങ്കിലും കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്കൊരവസരം തന്നല്ലോ, അങ്ങനെയാണ് പറയണത് ഇല്ലേ. കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്കൊരവസരം തന്നല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? അതിലൂടെ, പ്രാർത്ഥനയുടെ നമുക്ക് ലഭിക്കണത് എന്താണ്? ശക്തീകരണമാണ്. അതിൻ്റെ ദാറ്റ് മീൻസ് എപ്പോഴായാലും വിഷയം കർത്താവ് ഇടപെട്ടിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് അനുഗ്രഹം. എൻ്റെ റിസൾട്ട് തോറ്റാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം മുടക്കത്തില്ലെന്നാണ് പറയണത്. ബൈക്ക് എടുത്തുകൊണ്ട് എല്ലാ വീടുകളിലും കൊണ്ടുപോയി പത്രം കൊടുത്തിരിക്കുക. പ്രേക്ഷിത പ്രവർത്തനമാണ്, സത്യം പറഞ്ഞൊരു ശുശ്രൂഷയാണ്. പത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ പ്രേക്ഷിത പത്രമാണ്. നിങ്ങൾ തന്നെ പലരും ഇവിടെ വന്നിരിക്കണത് പത്രത്തിലൂടെ കർത്താവ് പ്രവർത്തിച്ച സന്ധിപ്പ് കണ്ടാണ്. എൻ്റെ മക്കളെ ആശ്വാസം കർത്താവ് തരും എന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ്. ആ വിചാരം വിശുദ്ധവും ശക്തവുമാണ്, അത് സത്യമാണ്. വേറെ ഒരു ചേച്ചി എന്നാ പറഞ്ഞത്, അവർ പാലക്കാടാണ്, അവിടെ ആവശ്യത്തിന് പത്രമുണ്ട് അവരുടെ ഇടവകയിൽ. അത് കാരണം എന്നാ പറ്റി, ആൾക്കാരെ തിരക്കിപ്പോവുകയാണ്. തൃശ്ശൂർ വിമല ഹൃദയം പള്ളി വന്നിട്ട് അവിടെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത് കാരണം അവിടെ നിന്ന് കൊടുത്തെന്നാണ് പറയണത്. ആ സാക്ഷ്യം കേട്ടില്ലേ? അവരാണ് പോയി ഉടമ്പടി തൈലം അനുജിത്തിയുടെ മകൻ്റെ ശരീരത്തെ വിശ്വാസ പ്രമാണത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബോൺമാരോ വേണ്ടെന്നല്ലേ ഡോക്ടർ പറയണത്. അത് പറയണതല്ല പ്രശ്നം, ഇവരാണ് ആദ്യം പറയേണ്ടത്, നീ 2 ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് പോരുമെന്ന്. ഉടമ്പടി തൈലം തേച്ചതിന് ശേഷം ഇവരെന്നാ പറയണത്, 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോരും. അതാണ് വാഗ്ദാന പേടകമെന്ന് പറയണത്. എന്ന് വെച്ചാൽ വാഗ്ദാന പേടകമായി നമ്മൾ രൂപാന്തരപ്പെട്ട് വരും ഉടമ്പടി ചെയ്യുമ്പോൾ. എന്താണ് സംഭവിക്കുന്നത് വാഗ്ദാന പേടകത്തിൽ? വാഗ്ദാന പേടകത്തിൽ എന്താണുള്ളത്? പഴയ വാഗ്ദാന പേടകത്തിലായാലും പുതിയ വാഗ്ദാന പേടകത്തിലായാലും എന്താണുള്ളത്? ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം. അപ്പം ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ പാലിക്കണത്. എങ്ങനെ പാലിക്കും? ദൈവത്തിൻ്റെ വചനം പാലിക്കുമ്പോൾ എളിമപ്പെടേണ്ടി വരും. ഉടമ്പടി എപ്പോഴും നമ്മൾ എളിമയാക്കും. അതുകൊണ്ടാണ് കർത്താവ് ഉടമ്പടി ചെയ്യണ മുമ്പ് കച്ചയെടുത്ത് ചുറ്റിയത്. ഉടമ്പടി ചെയ്യുന്ന മുമ്പ് കർത്താവ് കച്ചയെടുത്ത് ചുറ്റി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. പരസ്പരം പാദങ്ങൾ കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തറവാടിത്തം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, നമ്മുടെ വില, ഈ ഭൂമുഖത്തു നിന്ന് നമ്മൾ ആർജിച്ചെടുത്ത എല്ലാ സംഭവങ്ങളുടെയും വസ്ത്രം അഴിച്ചു വെക്കണം. കർത്താവ് മേലെങ്കിൽ അഴിച്ചു വെച്ചു. അല്ല ഞാൻ സാറാണ്, ഞാൻ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് പത്രം കൊടുക്കാൻ പറ്റത്തില്ല എന്നും പറയരുത്. കാര്യം അങ്ങനെയുള്ള എല്ലാം അഴിച്ചു വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഉടമ്പടി ചെയ്താൽ ഉടമ്പടി പാലിക്കണം. ഉടമ്പടി പാലിച്ചില്ലെങ്കിൽ കർത്താവ് ഇറങ്ങിപ്പോരും. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ നിബന്ധനകളാണ് നമ്മൾ അവകാശികളാക്കുന്നത്. ജോഷുവ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു, ആയുംകാരുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു. കാര്യം അണ്ടർ എസ്റ്റിമേഷൻ വന്നു. ആയും പട്ടണം നോക്കാൻ പോയവർ തിരിച്ച് വന്നിട്ട് തെറ്റായ ഇൻഫർമേഷനാണ് ജോഷുവയ്ക്ക് കൊടുത്തത്. നമ്മളെല്ലാം കൂടി കെട്ടിയിറങ്ങി അങ്ങോട്ട് പോകേണ്ട ഒരു കഥയുമില്ല. ഒരു 3000 പേരെ അവിടെ ഉള്ളൂ. 3000 പേരെ നമ്മളും വിട്ട് കഴിഞ്ഞാൽ ആ പട്ടണം നമ്മൾക്ക് അധീനമാകും. പക്ഷേ ഇവർ 3000 പേരെ വിട്ടു, ആയങ്കാർ ഇവരെ കൊന്നുകളഞ്ഞു. അതോടുകൂടി ജോഷുവ വസ്ത്രം കീറി കർത്താവിനോട് ചോദിച്ചു, എന്താണ് ഞങ്ങൾ വാഗ്ദാന പേടകം ഉണ്ടായിട്ടും ഞങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടെന്ന് ചോദിച്ചു. വാഗ്ദാന പേടകം ഉണ്ടായിട്ടും ഉടമ്പടി ചെയ്തിട്ടും ഞങ്ങൾ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടെന്ന് ജോഷുവ ചോദിക്കുമ്പോൾ കർത്താവ് പറയണ ഒരു മറുപടിയുണ്ട്, ഞാൻ നിങ്ങളെ വിട്ടുപോയെന്ന്.
എന്തുകൊണ്ട് വിട്ടുപോയി? നീ ഉടമ്പടി നിബന്ധന പാലിച്ചില്ല. ഉടമ്പടി നിബന്ധനയ്ക്ക് നിഷിദ്ധമായ വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ എന്നാ ചെയ്തത്? ഉടമ്പടി പുനഃസ്ഥാപിക്കാൻ വേണ്ടി ജോഷുവ 1 by 1 ആയിട്ട് ആൾക്കാരെ വിളിച്ചു. അവസാനം ആഖോൻ വന്നു. ആഖോൻ പറഞ്ഞു, കർത്താവിനും കർത്താവിൻ്റെ ജനത്തിനുമെതിരെ നീ ഉടമ്പടി തെറ്റിച്ചിരിക്കുന്നു. എന്താണ് നീ ചെയ്തതെന്ന് പറയുക. അപ്പോൾ ആഖോൻ പറഞ്ഞു, ജെറിക്കോ പട്ടണം ഞങ്ങൾ വളഞ്ഞപ്പോൾ ഷീനാറിൽ വെച്ച് എനിക്കൊരു മേലങ്കി കിട്ടി. അത് ഞാൻ ഒളിച്ചു കൊണ്ടുവന്ന് കൂടാരത്തിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ദുഷ്ട, നീ കർത്താവിന് ജനത്തെ കൊലക്ക് കൊടുത്തില്ലേ? കൂടാരത്തിൽ ചെന്ന് നോക്കിയപ്പോൾ മേലങ്കി മാത്രമല്ല, 200 ഷെക്കൽ വെള്ളി, 50 ഷെക്കൽ സ്വർണം കട്ടെടുത്തതാ. കണ്ടവൻ്റെ മുതൽ കയ്യിലിരിക്കുക. കണ്ടവൻ്റെ മുതൽ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി വ്യർത്ഥമാകും. കണ്ടവൻ്റെ മുതൽ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി വ്യർത്ഥമാവും. കട്ട മുതൽ, നീ അധ്വാനിക്കാത്ത മുതൽ, തന്തത് ഒപ്പിച്ചെടുത്ത മുതൽ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ കർത്താവിനെതിരെ തെറ്റുകാരനാകുമ്പോൾ ജോഷുവ 7:12 സംഭവിക്കും. ജോഷുവ 7:12 കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ വിട്ടുപോകും. ഉടമ്പടിയുടെ വാഗ്ദാനമെന്ന് പറയണത് ദൈവത്തിൻ്റെ ഉടമ്പടി നിന്നെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നു. സ്വന്തമാക്കപ്പെട്ടവന് അവകാശമുണ്ട്. അവകാശമെന്ന് പറയണത് എല്ലാത്തിനേക്കുളുപരി കർത്താവിൻ്റെ സാന്നിധ്യമാണ്. നീ ഉടമ്പടി ചെയ്യുമ്പോൾ, ഇപ്പം നിങ്ങൾ യൂട്യൂബ് ശ്രദ്ധിച്ച് നോക്കിക്കേ, 7 വ്യക്തികളാണ് അമ്മയെ അവിടെ വീട്ടിൽ കണ്ടുവെന്നും പറഞ്ഞുകൊണ്ട് സാക്ഷ്യം നൽകിയിരിക്കണത്. മറ്റുള്ളൊരു വ്യക്തികൾ വീട്ടിൽ കണ്ടില്ല എന്നല്ല അർത്ഥം. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ വാഗ്ദാനപ്രകാരം നമ്മുടെ അവകാശമാണ് അമ്മയുടെ സാന്നിധ്യം. അപ്പോൾ അമ്മയുടെ കുറേ ആൾക്കാർക്ക് ആ സാന്നിധ്യം ദൃശ്യമാകുന്നു. ദൃശ്യമാകാത്തവരുടെ കൂടെയും അമ്മയുടെ സാന്നിധ്യം അതായത് കണ്ടിപ്പായിട്ടുണ്ട്. ദൃശ്യമാകുന്നില്ല എന്നുണ്ടെങ്കിലും കൃത്യമായിട്ടും കണിശമായിട്ടും അമ്മ സാന്നിധ്യമുണ്ട്. എന്താണ്? ഐ വിൽ കം വിത്ത് യു എന്നുള്ളത് ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്നുള്ളത്. വന്നതുകൊണ്ടല്ലേ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനോ ചിന്തിക്കാനോ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു മാറുന്നതും സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് വരികൾക്കിടയിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കണം. മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് അവന് ബുദ്ധിക്ക്, ശേഷിക്ക്, ശേമുഷിക്ക് ഒന്നും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനുഷ്യൻ നേടുന്നത്. ആ സർട്ടിഫിക്കറ്റിൻ്റെ ചരിത്രം നോക്കിയേ. ആ സർട്ടിഫിക്കറ്റ് മിസ്സായെന്ന് പറഞ്ഞില്ലേ? അവർ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ ആ കോട്ടയം MG യൂണിവേഴ്സിറ്റിയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹോൾഡുള്ളൊരു വ്യക്തിയെ അമ്മ കണ്ടുപിടിച്ച് തൂക്കിക്കൊണ്ടുവന്ന് അവിടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. എന്താണ് നിങ്ങൾ അന്വേഷിക്കണം ചോദിക്കും. അപ്പം ഞാൻ സർട്ടിഫിക്കറ്റ് വന്നതാണ്. എന്ത് പറ്റി? ഡ്യൂപ്ലിക്കേറ്റ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഒരു വെയിറ്റ് മിനിറ്റ് എന്ന് പറയും. അവർ നേരെ വിളിക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ആളുണ്ടാകുന്നു. അവരെടുക്കുന്നു, അവർ നോക്കുന്നു, അത് കണ്ടുപിടിക്കുന്നു, തിരിച്ചു പറയുന്നു. എല്ലാ സെക്കൻഡുകൾക്കുള്ള നടക്കുന്നത്. ഇതൊന്നും നമുക്ക് നടക്കണതല്ല. ഐ വിൽ കം വിത്ത് യു, ഞാൻ നിന്റെ കൂടെ വരും. സർട്ടിഫിക്കറ്റ്, ജോലിയെങ്കിൽ ജോലി, ഓഫീസെങ്കിൽ ഓഫീസ്, ജയിലെങ്കിൽ ജയില്, സ്റ്റേഷനെങ്കിൽ സ്റ്റേഷൻ. ഐ വിൽ കം വിത്ത് യു. ദൈവ പൈതലേ, ഞാനും നീ ഉടമ്പടി ചെയ്യുമ്പോൾ ഇതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ അവകാശികളാകുന്നെങ്കിൽ, അവകാശമാകാൻ കാരണം നമ്മൾ ഉടമ്പടി നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നതാണ്. സ്വന്തമാക്കുന്നത് നിബന്ധന വഴിയാണ്. ആ നിബന്ധനകൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവത്തിന് സ്വന്തമാകാതെ മാറുന്നത് കൊണ്ടാണ് ജോഷുവ 7:12 പറഞ്ഞത്, ഞാൻ നിന്നെ വിട്ടുപോരുമെന്ന്. സ്തുതികളെ ഹല്ലേലൂയ. ആരാണ് എൻ്റെ അമ്മ എന്ന ചോദ്യം ഈശോ 2 പ്രാവശ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അമ്മയുടെ ആന്തരികതയാണ് ഈശോ വെളിപ്പെടുത്തുന്നത്. അത് ഉടമ്പടിയുടെ ആന്തരികതയാണ്. ആരാണ് എൻ്റെ അമ്മയെന്ന് ഈശോ എപ്പോഴാണ് ചോദിക്കണത്? ലുക്കാ 8:21, പിന്നെ 11:27. നിന്നെപ്പറ്റ മുലകളും നിന്നെപ്പറ്റ ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളതെന്ന് പറയും. അമ്മയെക്കുറിച്ച് ജനങ്ങൾ പറയണതാണ് അമ്മ ഭാഗ്യമുള്ള ആളാണെന്ന്. അപ്പോൾ ഈശോ പറയും, നിങ്ങളും
ഭാഗ്യമുള്ളവരാകും. എങ്ങനെയാണ് ഭാഗ്യമുള്ള? ഉടമ്പടി ഒരു ഭാഗ്യമാണ്. നിന്നെ പെറ്റ ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും ഭാഗ്യമുള്ളതെന്നല്ലേ പറയണത്, ഇല്ലേ? ഭാഗ്യമുള്ളത്. അപ്പോൾ ഈശോ എന്നാ പറയണത്? നിങ്ങളും ഭാഗ്യമുള്ളവരാകും. എങ്ങനെയാണ് ഭാഗ്യമുള്ളതാകണത്? ഉടമ്പടി എടുക്കുമ്പോൾ ഭാഗ്യമുള്ളവരാകും. എടുക്കുമ്പോഴാകത്തില്ല, ഉടമ്പടി പാലിക്കുമ്പോഴാണ്. കാര്യം നിങ്ങളും ഭാഗ്യമുള്ളവരാകും എന്ന് പറയാൻ കാരണം എന്താ? അമ്മ ഭാഗ്യമുള്ളതാണെന്ന് ജനങ്ങൾ പറഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ ഈശോ പറയും, എൻ്റെ അമ്മ എങ്ങനെയാണ് ഭാഗ്യമുള്ളതായതെന്ന് അറിയാവോ എന്ന് ചോദിക്കും. എന്നിട്ട് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഭാഗ്യമുള്ളയാളായെന്ന് ഈശോ വിശദീകരിക്കും. എങ്ങനെയാണ്? ദൈവവചനം കേൾക്കുകയും എന്ന് പറഞ്ഞ് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ പറയുന്ന ഭാഗ്യമുള്ള അമ്മയുടെ ഭാഗ്യം. അപ്പോൾ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയുടെ കണക്കൂടല്ല. എന്താ? ദൈവവചനം കേൾക്കുകയും പറഞ്ഞ് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ. അപ്പം ഇപ്പോഴും നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാത്ത് വെളിയിൽ നിൽക്കുന്നുവെന്ന് പറയുന്നില്ലേ, ഇല്ലേ? അപ്പോഴും ഈശോ പറയുക എന്താണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരൻ. അപ്പോൾ എൻ്റെ മക്കളെ, ഇതിൻ്റെ അന്തസത്ത എന്താ? ദൈവവചനം കേൾക്കുകയാണ്. പിന്നെ എന്താണ്? അതനുസരിച്ച് ജീവിക്കുക. ദൈവവചനം കേൾക്കുമ്പോൾ ഓർക്കുക, എന്തിനാണ് കേൾക്കണത്? ഇപ്പം ലൂക്ക 8:21 11:27 പറയുന്ന വചനങ്ങൾ ഈശോ ട്വിസ്റ്റ് ചെയ്യും. എന്ന് പറയും, തൻ്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ദേ നിൽക്കുന്ന എൻ്റെ സഹോദരനും എൻ്റെ അമ്മയും. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് മീൻസ് നമ്മൾക്കും കർത്താവിൻ്റെ വചനം പാലിച്ചാൽ നമ്മൾക്കും കർത്താവിൻ്റെ അമ്മയും സഹോദരനും ആകാം, അല്ലേ? അതാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:48-49. അപ്പം നമ്മൾക്കും വാഗ്ദാന പേടകമായി മാറാം. വാഗ്ദാന പേടകത്തിൻ്റെ പ്രത്യേകത എന്താണ്? വചനം ഹൃദയത്തിൽ. അമ്മമാതാവ് 2 തരത്തിലാണ് ഉടമ്പടി വാഗ്ദാന പേടകമായത്. ഒന്ന്, ഉദരത്തിൽ ഈശോനെ വചനത്തെ സംവഹിച്ചപ്പോൾ. പഴയ നിയമത്തിൽ വാഗ്ദാന പേടകം പെട്ടിയിൽ 10 കൽപ്പനയുടെ ഫലകമാണ് ഇരിക്കുന്നത്. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൻ്റെ ഉദരത്തിലാണ് വചനത്തെ മാംസമായി അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മ ഈശോനെ പ്രസവിച്ച് കഴിയുമ്പോൾ പിന്നെ വാഗ്ദാന പേടകം അല്ലാതായി മാറുമോ? അല്ലാതായി മാറത്തില്ലെന്നാണ് ഈശോ പറഞ്ഞത്. എന്താ? അമ്മ ഹൃദയത്തിലും ഈശോനെ വചനത്തെ സംഗ്രഹിച്ചിട്ടുണ്ട്. എപ്പോഴും അമ്മ ചെയ്യണത് എന്താണ്? എല്ലാ അനുഭവങ്ങളെയും ദൈവവചനമാക്കി മാറ്റിയിട്ട് ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കും, ഇല്ലേ? എല്ലാ അനുഭവങ്ങളെയും. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് അറിയില്ലേ? അമ്മേ, നൗ ഇറ്റ് ഈസ് ടൈം ഫോർ ഡിറ്റാച്ച്മെൻറ്റ്. നമുക്ക് ഗുഡ് ബൈ പറയാൻ കാലമായി, എന്നെ പിരിയാൻ കാലമായി എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്നാ വേദന തരും, ഇല്ലേ? പിതാവായ ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റാൻ വേണ്ടി അമ്മ ഈശോനെ പിരിയുന്ന വേദന പിതാവിനോടുള്ള തിരുവിഷ്ടമായിട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കും. അതുകൊണ്ടാണ് ഈശോ പറയണത്, ദൈവവചനം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ അമ്മ, എൻ്റെ സഹോദരനെന്ന്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ അത് വേദനയാണെങ്കിൽ ആ വേദനയെ ദൈവവചനമായി അമ്മ സംഗ്രഹിക്കും. എവിടെ സംഗ്രഹിക്കും? ഹൃദയത്തിൽ സംഗ്രഹിക്കും. ലൂക്ക 2:48. അങ്ങനെ അമ്മ വചനം നിറവേറ്റുന്ന ദൈവഹിതം ഏറ്റെടുക്കുന്ന വാഗ്ദാന പേടകമായി മാറും. അതുപോലെ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുന്ന പാലിക്കുന്ന ദൈവഹിതം നിറവേറ്റുന്ന നമ്മൾ
ദൈവത്തിരുസേന ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്നുള്ള വചനം അനുസരിച്ച് കൊണ്ട് ജീവിക്കാമെന്ന് ഹൃദയത്തിൽ ദൈവത്തോട് വാഗ്ദാനം ചെയ്യുമ്പോൾ, നമ്മൾ വാഗ്ദാന പേടകമായി മാറുമ്പോൾ, വാഗ്ദാന പേടകത്തിന് മേലാണ് ഈ 40:25 പുറപ്പാട് പുസ്തകത്തിലും, അതുപോലെ തന്നെ ലേവ്യ 9 അധ്യായത്തിലും, ലൂക്കാ 1:35 വാഗ്ദാന പേടകത്തിന് മേൽ ദൈവത്തിൻ്റെ ശക്തി ആവസിച്ചു വന്ന്, ഈ ദൈവത്തിൻ്റെ ശക്തി ആവസിക്കുന്ന കൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ ഉടമ്പടി തൈലം മറ്റു വ്യക്തികളുടെ മുഴകളിലും ഉദരത്തിലുമൊക്കെ സ്പർശിക്കുമ്പോൾ സൗഖ്യമുണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ വാഗ്ദാന പേടകമായതിൻ്റെ അടയാളങ്ങളാണ്. നമ്മളെ വാഗ്ദാന പേടകമാക്കി മാറ്റിക്കൊണ്ട് ഭൂമിയിൽ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ആത്യന്തികമായ ലക്ഷ്യമാണ് ഉടമ്പടി മുന്നോട്ട് വെക്കുന്നത്. അതിന് ദൈവരാജ്യത്തിൻ്റെ സന്തതികളായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മയെപ്പോലെ ഭാഗ്യമുള്ളവരായി മാറുന്നു. കൈ അടിച്ച് കർത്താവ് നൽകിയ വചനത്തിന് കർത്താവിനോട് നന്ദി പറയേണ്ട സമയമാണ്. മനസ്സിൽ പറയുക, ഞങ്ങൾക്കും ഈശോ അങ്ങയുടെ അമ്മയെപ്പോലെ ഭാഗ്യമുള്ളവരായി മാറണം. അങ്ങയുടെ വചനം ഏത് കാലത്തും പിതാവിൻ്റെ ഇഷ്ടമായി പരിശുദ്ധ അമ്മയെപ്പോലെ പാലിച്ച് കർത്താവിൻ്റെ ദാസിയായി തലമുറകൾ തോറും മഹത്വപ്പെടാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഉടമ്പടി തലമുറകൾ തോറും നിന്നെ മഹത്വപ്പെടുത്തും. നിത്യത വരെ ഉടമ്പടി നിന്നെ മഹത്വപ്പെടുത്തും. കാരണം ഉടമ്പടി പാലിക്കുന്നതിലൂടെ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനം നെഞ്ചിലേറ്റ് ജീവിതത്തിന് സാക്ഷ്യം നൽകുന്നതിലൂടെ നീ വാഗ്ദാന പേടകമായി മാറുന്നു. വാഗ്ദാന പേടകം കാണപ്പെടുന്ന സ്ഥലത്തിൻ്റെ പേരാണ് വെളിപാട് പറയും. ഇതാ കർത്താവിൻ്റെ സ്വർഗത്തിലെ ആലയം തുറക്കപ്പെട്ടു, വാഗ്ദാന പേടകം കാണായി എന്ന് കൈയടിച്ച് കർത്താവ് വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ക്യാൻസർ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, ത്വക്ക് രോഗികൾ, വിസർപ്പ് രോഗികൾ, പിന്നെ കോമൺ അല്ലാത്ത അസുഖങ്ങൾ. കോമൺ അല്ലാത്ത അസുഖങ്ങളുടെ കുഴപ്പം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? വലിയ കുഴപ്പമാണ്. പൊതുവേ ജനങ്ങൾക്ക് ഇപ്പോൾ 10,000 പേർക്ക് ഒരാൾക്ക് വരിക, 5,000 പേരിൽ ഒരാൾക്ക് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വലിയ ദുരന്തമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കമ്പനിക്കാർ മരുന്ന് ഒന്നാമത്തേൽ റിവൈസിങ് ഉണ്ടാകത്തില്ല, മാർക്കറ്റിംഗ് കുറവായത് കാരണം. പനിയാവല്ലോ ആണെങ്കിൽ പാരസെറ്റമോളുകാർ എല്ലാ കമ്പനിക്കാരും സംസ്ഥാനക്കാരും ഒക്കെ കമ്പനി ഉണ്ടാക്കിയിടും, ചിലവാകും. മറ്റത് അപൂർവം അത് കസ്റ്റമേഴ്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോഴും മരുന്ന് കമ്പനിക്കാർ ആ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയും. അപ്പോൾ എന്നാ പറ്റും? തീ വിലയിരിക്കും മരുന്നിന്. അപൂർവ രോഗങ്ങൾക്ക് തീ വില വരാൻ കാരണം അതാ. മരുന്ന് വലിയ ഗുണമില്ലെങ്കിലും അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല ആവശ്യക്കാരില്ലാത്ത കൊണ്ട്. കാര്യം 10,000 പേർക്ക് ഒരാൾക്കല്ലേ ആ രോഗമുള്ളത്. ഇതുപോലെയൊക്കെ ദുരന്ത രോഗങ്ങളുണ്ട്. അവരിപ്പോഴും അമ്മമാതാവ് നിങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല. ആ രോഗികൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടായാൽ മതി. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അമ്മയോട് പറയണം, അമ്മേ ഇന്ന രോഗികൾ അപൂർവ രോഗമാണെന്നാണ് എന്നോട് പറഞ്ഞിരിക്കണത്. ഞാൻ ഉടമ്പടി ചെയ്ത് വാഗ്ദാന പേടകമാണെന്ന് അച്ഛനിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് അങ്ങയുടെ തിരുസന്നിധിയിൽ എൻ്റെ വചനം പാലിച്ച് ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നതിൽ എന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രോഗിയുടെ മേൽ ഇപ്പോഴമ്മ സഞ്ചാരി മാതാവെ സഞ്ചരിച്ചെത്തി സൗഖ്യം നൽകണമേ. ഈശോയ്ക്ക് ആ വ്യക്തിക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. അപ്പോൾ ദുരന്ത രോഗികൾ അപൂർവ രോഗികൾക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ അപൂർവ രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ അപൂർവ രോഗികളെ സ്പർശിക്കണമേ. അങ്ങനെ അങ്ങയുടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അപൂർവ രോഗികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ക്യാൻസർ രോഗികളെ ഈശോ, തൈറോയ്ഡ് രോഗികളെ ഈശോ, ഉദര രോഗികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, കരൾ രോഗികളെ, കിഡ്നി രോഗികളെ സൗഖ്യം പ്രാപിക്കണം. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം
മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിടുതൽ പ്രാപിക്കുന്നൊരു മേഖലയാണ്. കാര്യം ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും സ്ഥിരമായ ജോലി കിട്ടിയാൽ കുടുംബം നിലനിന്ന് പോകും. അതുകൊണ്ട് ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെ സാമ്പത്തിക സ്വസ്ഥത, വരുമാന മാർഗങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈശോ ഈശോ എല്ലാ ജോലി ഇല്ലാത്തവർ, വരുമാനം ഇല്ലാത്തവർ, ജീവിതമാർഗം മുട്ടിയവർ, ജോലി നഷ്ടപ്പെട്ടവർ, ജോലിക്ക് ശമ്പളമില്ലാത്തവർ, പെൻഷൻകാർ, ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിക്കുന്നവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് ജോലി മൂലം സമാധാനം നഷ്ടപ്പെട്ടവർ എല്ലാം ഈ നിമിഷം അടയാളം പറയാൻ കർത്താവ് സാക്ഷ്യം പറയാൻ സഹായിക്കണമേ. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ഈ ശുശ്രൂഷ ഏത് സമയത്തും, ഇപ്പോഴും ഏത് സമയത്തും യൂട്യൂബിലൂടെയും മറ്റ് ഫേസ്ബുക്കിലൂടെയൊക്കെ പങ്കെടുക്കുന്നവരെയും ഇപ്പോഴ് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കൂടാതെ ഇപ്പോഴും ഈശോ പ്രാർത്ഥിക്കുക. നമുക്കറിയാം ഇപ്പോൾ തന്നിരിക്കുന്ന 2 സന്ദേശപ്രകാരമാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഇപ്പോഴും സന്ദേശപ്രകാരമാണ് 3-ാമത്തെ കാര്യം വെച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. 3-ാമത്തെ സന്ദേശം എന്താണെന്നറിയാവോ? ഈ ചെറുകിട വ്യാപാരശാലകൾ, വ്യവസായ ഉൽപ്പാദന കേന്ദ്രങ്ങൾ, ഇപ്പം ചില ഫാക്ടറിയെല്ലാം അടഞ്ഞു പോയിട്ടില്ലേ? അപ്പം അതിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ തന്നെ ചെയ്യുന്ന ലോണെടുത്ത് ചെയ്ത ചില ഫാക്ടറികൾ, ചില ഉൽപ്പാദന കേന്ദ്രങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒക്കെ അതിലൊക്കെ കടമായി വന്നിട്ടില്ലേ? ഇങ്ങനെ വീണ് പോയിട്ടുള്ള ഉൽപ്പാദന കേന്ദ്രങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരങ്ങളും കരുണയും കിട്ടാൻ വേണ്ടി സ്തുതിയുടെ ഹല്ലേലൂയ. സാക്ഷ്യം പറയാൻ സഹായിക്കണം കർത്താവേ. ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് ആവശ്യിക്കണം കർത്താവേ. ദൈവത്തിൻ്റെ കരുണ ചൊരിയണം കർത്താവേ. ഹല്ലേലൂയ. അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തികളിലെ പ്രത്യേകിച്ച് നിയന്ത്രണ രേഖകളും അതുപോലെയുള്ള അധിനിവേശ പ്രദേശങ്ങളുമെല്ലാം അസമാധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് പലതരം രാജ്യത്തിൻ്റെ സ്വസ്ഥതയെ ശരിക്കും അത് ബാധിക്കും. ആ മേഖലകളിൽ സമാധാനം സ്ഥാപിക്കാനും നൈജീരിയയിൽ വിശ്വാസികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട്. ആ വിശ്വാസികളുടെ സംരക്ഷണത്തിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പോകാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കല്ലുകൾ പോലുള്ള അവസ്ഥകൾ, കല്ലുകൾ, സ്റ്റോൺ, ചെറിയ കല്ലുകൾ, ചില ആൾക്കാർക്ക് കരളിലുണ്ടാകും കല്ലുകൾ, ചിലർക്ക് കിഡ്നിയിലുണ്ടാകും കല്ലുകൾ, ചിലർക്ക് പ്ലീഹായിലുണ്ടാകും കല്ലുകൾ. ഇപ്പോഴും ഉദരത്തിൻ്റെ ഇടതുവശത്തായിട്ട് കല്ലച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടാകും. ഈ കല്ലച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ മേലെ കർത്താവ് സൗഖ്യം നൽകുന്ന സമയമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്വസ്ഥം സ്വസ്ഥം ഈ അവസ്ഥകളിൽ പലയിടത്തും നിന്ന് കർത്താവേ പലരും ഒത്തിരി പേര് കർത്താവെ കല്ലുകളെ സ്പർശിക്കണമേ, കല്ലച്ച് പോയ സ്ഥലങ്ങളെ സ്പർശിക്കണമേ. കർത്താവിന് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിരുന്നു. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിരുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധന സ്തുതി പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. വിവാഹ തടസ്സങ്ങൾ, നമ്മൾ ഉടമ്പടിയിൽ വെക്കുന്ന എല്ലാ കാര്യങ്ങളും 35 വയസ്സിന് മേലുള്ളവരുടെ വിവാഹം, മക്കളില്ലാതെ 4 വർഷത്തിന് ആയിട്ടും വിവാഹം കഴിഞ്ഞ് 4 വർഷങ്ങളായിട്ടും മക്കളില്ലാത്തവരുടെ കുഞ്ഞുങ്ങളെ കിട്ടുന്നതിന് വേണ്ടി, ഭവനരഹിതർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ സ്തുതിയുടെ ഹല്ലേലൂയ. പരീക്ഷകളിൽ വളരെ വീക്കായിട്ടുള്ളവരെ, പ്രത്യേകിച്ച് ഉടമ്പടിയുടെ സാക്ഷികളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു വിഷയം, ഈ ഉടമ്പടി പലരും പരീക്ഷ, നൈപുണ്യ പരീക്ഷകൾ, അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷകളൊക്കെ എഴുതിയവർ അവരുടെ കഴിവിൻ്റെ അപ്പുറത്താണ് എക്സാമിനേഷൻ്റെ ചാലഞ്ച് വരുന്നത്. അതുകൊണ്ട് 100% തോക്കുമെന്ന് വിചാരിച്ച വിഷയങ്ങൾക്കാണ് അമ്മയുടെ കാരുണ്യത്താൽ അവരെ സന്ധിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിശ്വാസം വലിയ സന്ധിപ്പ് ലഭിക്കും. അതുകൊണ്ട് എന്ത് തരം പരീക്ഷയായാലും ശരി, ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അക്കാഡമിക് പരീക്ഷയാകാം, ബോർഡ് എക്സാം ആകാം, IELTS പോലെയുള്ള നൈപുണ്യ പരീക്ഷയാകാം, ഇൻ്റർവ്യൂ പോലുള്ള യോഗ്യതാ പരീക്ഷയാകാം. എല്ലാ പരീക്ഷകളും കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, റീവാലുവേഷന് വേണ്ടി കൊടുത്തിട്ടുള്ള ആൾക്കാർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ഇൻ്റർവ്യൂ ടെസ്റ്റൊക്കെ ഉള്ളവർ, സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ ഈശോനോട് പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട്. അച്ഛൻ ഈ വിഷയം കൂടി പ്രാർത്ഥിക്കണേ കർത്താവേ എന്ന് മനസ്സിൽ പറഞ്ഞ വിഷയങ്ങളുണ്ട്. ഇവിടെ പ്രാർത്ഥന ഇതുവരെ ഏറ്റുപറയാത്ത വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നൊരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, അത് അച്ഛനത് അപൂർവ സാക്ഷ്യമായിട്ടാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് ഹൈപ്പർ ആക്ടിവിറ്റി, ഡൗൺ സിൻഡ്രോം, അതുപോലെയുള്ള അസുഖങ്ങളില്ലേ, അതായത് അങ്ങനെയുള്ള രോഗങ്ങൾ, അത് എപ്പിലെപ്സിയുടെ തന്നെ വേറെ ചില ന്യൂറോട്ടിക് ട്രബിൾസാണ്. അതൊക്കെ മരുന്നിനൊക്കെ ഒരു പരിധിയുണ്ട്. മരുന്ന് എത്ര കാലം കഴിച്ചാലും ഇങ്ങനെ മയങ്ങി നടക്കുമെന്നല്ലാതെ പൂർണ്ണമായി ഇതൊന്നും വിട്ടുമാറുന്നില്ല. ഇങ്ങനെയുള്ള ജനിതകമായ ന്യൂറോട്ടിക് ട്രബിൾസ്, അതിന് മേലെല്ലാം കർത്താവിൻ്റെ ശക്തി സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, ഹൈപ്പർ ആക്ടിവിറ്റിയെ, അപസ്മാര രോഗത്തെ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ കർത്താവെ സ്പർശിക്കണമേ ഈശോ. ചൊറി, ചിരങ്ങ് കർത്താവെ കഴുകണമേ കർത്താവെ. ത്വക്ക് രോഗങ്ങളെ കഴുകണമേ കർത്താവെ ഈശോ. പലതരത്തിലുള്ള ബ്ലോക്കുകളെ കഴുകണമേ കർത്താവെ ഈശോ. ഓർമ്മക്കുറവുകൾ, ഉറക്കമില്ലായ്മ, വാത രോഗങ്ങൾ, വേരിക്കോസിൻ്റെ അസുഖങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ കർത്താവ്, സിസ്റ്റുകൾ, പലതരത്തിലുള്ള മുഴകൾ, പലതരത്തിലുള്ള ഞരമ്പുകൾ, പലതരത്തിലുള്ള പ്രവർത്തിക്കാത്ത അവസ്ഥകൾ, മസ്തിഷ്ക രോഗങ്ങൾ, മനോരോഗങ്ങൾ, യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. വലിയ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ കർത്താവ് സൗഖ്യം പ്രാപിക്കട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ
കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. നേരത്തെ വസ്തു ഉയർത്തിപ്പിടിച്ച് വിശ്വാസപ്രമാണം ചെയ്യുക. Lord Jesus Christ, Lord Jesus Christ, power of Jesus. Let the fire finger soak with the precious. Lord, infuse His Spirit, and with the authority of the Catholic Church, the power of Jesus Christ, with the merit of the Holy Priesthood, I bless and hallow these relics, those used to have grace and peace and power. സമാപന ആശീർവാദമാണ്. പത്രം വാങ്ങിക്കുന്നവർ ഓർക്കുക, മാർച്ച് മാസത്തിലെ കൂപ്പൺ കയ്യിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഉടമ്പടി പുതുക്കാൻ പറ്റത്തില്ല. മാർച്ച് മാസത്തിൻ്റെ കൂപ്പൺ കയ്യിലില്ലെങ്കിൽ കൊടുത്ത് പത്രം വാങ്ങി കൂപ്പൺ കരസ്ഥമാക്കി സൂക്ഷിക്കണം. എന്നിട്ട് അതിന്മേൽ നോക്കണം, മാർച്ച് മാസത്തിലാണോ എന്നൊക്കെ നോക്കണം. ധൃതിക്ക് ചിലപ്പോൾ ഏപ്രിൽ മാസമൊക്കെ അടിച്ചു തരും. സമാപനാശീർവാദമാണ്. നേരത്തെ ബസ് ഉയർത്തിപ്പിടിക്കുക. അതിനുശേഷം 2 വാതിലുകൾ ഇവിടെയുണ്ട്, 2 ഗേറ്റുകളുണ്ട്. ആ ഗേറ്റ് വഴി മാത്രമാണ് പുറത്തേക്ക് പോകേണ്ടത്. ആരും ഫ്രണ്ടിലോട്ട് പോകരുത്, അവിടെ ബ്ലോക്കാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കൈകൾ ഉയർത്തി ഹൃദയം തുറന്ന് അദ്ദേഹം യേശുവേ എന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. യേശുവേ, യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. നമ്മളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ.